ദൈവവചന ബൈബിൾ ക്ലാസ്സിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറയുവാൻ കർത്താവിന്റെ ദാസൻ ഫസ്റ്റ് ലക്ഷ്യം. ഈ ബി ഹംബിൾ എന്നുള്ള ഈ ബൈബിൾ ക്ലാസ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ വേദപുസ്തക ജ്ഞാനം വർദ്ധിക്കുകയും ഒപ്പം കേൾവിക്കാരിലും ആ ഒരു ദൈവവചനത്തിലുള്ള ജ്ഞാനം വർദ്ധിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും സാധാരണക്കാരായ ദൈവദാസന്മാർ തന്നെയാണ്. വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ളവരല്ല. എങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു ദൗത്യം, ഇവിടെ ക്ലാസ് എടുക്കാവുന്ന ദൗത്യം നമ്മളിൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം ദിനംതോറും ബൈബിൾ പഠിക്കുന്നതോടൊപ്പം ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ ആഴത്തിൽ ദൈവവചനം പഠിപ്പാനും അത് ദേവദാസന്മാരുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും ആ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ കേൾക്കുന്ന ദൈവദാസന്മാർക്ക് ജ്ഞാനം വർദ്ധിപ്പിക്കാനും ഇടയാകുന്നു. അപ്പോൾ തന്നെ എന്തെങ്കിലും തെറ്റുകൾ വരികയാണ് എങ്കിൽ അവർക്ക് തിരുത്താനുള്ള അവസരം അവിടെ ഒരുങ്ങുന്നു. നമുക്കും പഠിപ്പിക്കുന്നയാൾക്കും ഒന്ന് താഴുവാൻ, പഠിപ്പിക്കുന്നയാൾക്കും ഒരുപോലെ ദൈവവചനത്തിന്റെ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള അവസരമാണ് ഈ ബി ഹംബിൾ എന്നുള്ള ബൈബിൾ പഠനത്തിലൂടെ ഉള്ളത്. ഈ പഠനത്തിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ കഴിയുന്നവർക്ക് ക്ലാസ് എടുക്കാം, അല്ല പ്രസംഗിക്കാനേ അതുപോലെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂവെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ അവസരം നമ്മൾ ആരും പിമ്പോട്ട് പോകാതെ കർത്താവിന് വേണ്ടി സംസാരിക്കാനുള്ള അവസരം നമ്മൾ വിനിയോഗിച്ച് മുമ്പോട്ട് വരിക. അതിന്റെ പ്രാരംഭ സമയത്ത് തന്നെ നമ്മളിതിവിടെ ഷെയർ ചെയ്തിരുന്നു. മറ്റ് ബൈബിൾ ക്ലാസ്സുകൾ പോലെ അല്ലെങ്കിൽ ബൈബിൾ പഠനം പോലെ അല്ലത്. ഓരോരുടെ പ്രാപ്തിക്കൊത്ത് കർത്താവിനെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ അത് കേൾവിക്കാർക്കും നമുക്കൊക്കെ ഒരേ സമയം ദൈവത്തിന് കൃപയാൽ അത് പ്രയോജനപ്രദമായി ഭവിക്കുകയാണ്. ഈ ബൈബിൾ ബി ഹംബിൾ എന്നുള്ള ഈ ബൈബിൾ പഠനത്തെ കുറിച്ച് ഇത്ര മാത്രമേ ഞാനിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റിജി തങ്കച്ചനെ, പള്ളിപ്പാട് അഗപ്പെ ഗോസ്പൽ മിനിസ്ട്രിയുടെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ റിജി തങ്കച്ചൻ, അപ്പോൾ തന്നെ യുവിദ്യ ചർച്ച് ബോർഡിന്റെ പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ദാസനെ ഇപ്പോൾ ഈ വേദപഠനത്തിലേക്ക് ക്ലാസ് എടുക്കുന്നതിലേക്ക് ക്ഷണിച്ചുകൊള്ളു. ദൈവത്തിന്റെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ ഇന്ന് പകൽക്കാലം ദൈവം നമുക്കൊരു സാവകാശം കൂടി ഒരുക്കി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭമായിട്ട് ഇവിടെയുള്ള കർത്താവിന്റെ തിരുസഭയിൽ ദേവദാസനായിരിക്കുന്ന, അതുപോലെ തന്നെ സയോൺ ഗോസ്പൽ ചർച്ചിന്റെ പാസ്റ്ററായിരിക്കുന്ന കാർദാസൻ അജിത് പാസ്റ്റർ, അതുപോലെ തന്നെ ബി ഹംബിൾ ഈ ബൈബിൾ സ്റ്റഡിയുടെ നേതൃത്വം വഹിക്കുന്ന കഥാവദാസൻ പാസ്റ്റർ ബിനു
ജോഷി. കർത്താവിന്റെ വേലയിൽ ദൈവത്തിന്റെ വേല പ്രദേശത്ത് അധ്വാനിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തന്മാർ, പ്രത്യേകാല് എന്നോടൊപ്പം ഒന്നിച്ച് നിൽക്കുന്ന കർത്താവിന്റെ ദാസന്മാര്, മറ്റേ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസന്മാര്, അതുപോലെ ഈ പ്രോഗ്രാം യൂട്യൂബിൽ കൂടെ വെബ്സൈറ്റുകളിൽ കൂടെ ഒക്കെ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും അങ്ങനെ പ്രാരംഭത്തിൽ ഞാൻ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കൊടുക്കാനും ചില നാളുകളായി ഇങ്ങനെ കടന്നു വന്ന് നമുക്ക് ദൈവജനത്തെ കുറിച്ച് ചിന്തിപ്പാനും ദൈവമെടുക്കുന്ന സാവകാശങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ബൈബിൾ സ്റ്റഡിയുടെ ടൈറ്റിലായിരിക്കുന്ന ബി ഹംബിൾ എന്തുകൊണ്ടും ഒരു യോജിച്ച ഉചിതമായ ടൈറ്റിൽ തന്നെയാണ്. കാരണം ഞാൻ ഇങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട്, ക്രിസ്തീയ മാർഗത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഹംബിൾ വിനയപ്പെടുക, വിധേയപ്പെടുക, എളിമപ്പെടുക. ഇത് ക്രിസ്തീയ മാർഗത്തിന്റെ ഫൗണ്ടേഷൻ. അപ്പൊ തന്നെ അതിന്റെ അടുത്ത സ്റ്റെപ്പ്, ആ ഭവനത്തിലേക്ക് കയറുവാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് ചോദിച്ചാൽ അതും എളിമത്തും തന്നെ. ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത എന്തെന്ന് ചോദിച്ചാലും അതും എളിമത്തും തന്നെ. ക്രിസ്തീയ മാർഗത്തിന്റെ സകല കാര്യങ്ങളും ബേസ് ചെയ്തിരിക്കുന്നത് ഹംബിൾ എന്ന വാക്കിലാണ്. അത് നമ്മെ പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്, ദൈവക്രിസ്തുവാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ നമ്മുടെ ബൈബിൾ ക്ലാസ്സിന് ഇങ്ങനെ ഒരു പേര് കഥാദാസന്റെ മനസ്സിലേക്ക് ഉദയം കൊടുത്ത ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നല്ല ആലോചന ഓർക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷില്, വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല തുടക്കം എന്ന് പറയുന്നത് ഏതാണ്ട് പകുതി പൂർത്തീകരിച്ചതുപോലെ എന്നാണ് ആ ചൊല്ലിന്റെ അർത്ഥം. അപ്പോൾ ഏത് നിലകളിലും നാം ചിന്തിക്കുന്ന ഈ ബൈബിൾ സ്റ്റഡി, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൈബിൾ സ്റ്റഡി ഏറ്റവും ഉചിതമായി നടക്കുന്നു. അത് നല്ലൊരു തുടക്കമിടുവാൻ കർത്താവദാസന്മാരെല്ലാം കർത്താവ് സഹായിക്കുന്നുണ്ടല്ലോ. വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന ഇതിന്റെ പിന്നിലായിരിക്കുന്ന കർത്താവദാസന്മാരെ ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവിധ നന്ദിയും കർത്താവ് പ്രകാശിപ്പിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന വിഷയം, പ്രമേയത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തിയല്ല. ഗിരിപ്രഭാഷണത്തിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ എന്തായുള്ളതാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇനി തുടർന്ന് പറയുവാൻ പോകുന്ന, ഞാൻ പഠിപ്പിക്കുവാൻ പോകുന്ന വിഷയങ്ങൾ ആധികാരികമായ ഒരു പഠനമെന്ന് എനിക്ക് സ്ഥാപിക്കുവാൻ കഴിയുകയില്ല. എങ്കിലും കർത്താവിന്റെ തിരുവചനമായി ദിവസങ്ങളിൽ ഇരുന്നപ്പോൾ എന്നെ ദൈവം ഓർമ്മിച്ച കർത്താവ് എനിക്ക് നൽകിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുവാൻ താല്പര്യപ്പെടുന്നത്. ദൈവകൃഷ്ണ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നതിനൊരു പ്രത്യേകത, പഠിപ്പിക്കുന്നതിനും ഒരു പ്രത്യേകത. അത് രണ്ടും കൂടെ ഈക്വൽ ആയാലേ എന്ത് ചെയ്യുന്നുള്ളൂ, രണ്ടും നന്നായിട്ട് നടക്കും. അപ്പൊ പണ്ട് ഒരു തത്വജ്ഞാനിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഗ്രീസിൽ. അദ്ദേഹത്തിന്റെ പേരായിരുന്നു സോക്രട്ടീസ്. BC 470 ഗ്രീസിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മെത്തേഡ് അറിയപ്പെടുന്നത് സോക്രട്ടീസ് മെത്തേഡ് എന്നറിയപ്പെടുന്നു. സോക്രട്ടീസ് മെത്തേഡ്. ആ മെത്തേഡ് ഇങ്ങനെയാണ്.
ചെറിയ കാര്യങ്ങൾ പഠിച്ച് വിശകലനം ചെയ്ത് മനസ്സിലാക്കി ആശയവിനിമയങ്ങൾ നടത്തി വലിയ കാര്യത്തിലേക്ക് എത്തിച്ചേരുക. അതായത് അദ്ദേഹത്തിന്റെ തിയറികൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയാണ് നടന്നുപോയത്. അപ്പൊ നമ്മൾ വലിയൊരു സ്റ്റെപ്പ് അല്ലാതെ എടുക്കുന്നത് ചെറിയ സ്റ്റെപ്പിൽ നിന്ന് ചെറിയ കാര്യങ്ങൾ ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തിരിക്കുന്നത് വലിയ കാര്യത്തിലേക്ക് എത്തിച്ചത്. അതാണ് നമ്മുടെ പഠനത്തിന്റെ രീതി എന്ന് പറയുന്നത്. എല്ലാവരും കർത്താവിന്റെ അഭിഷിക്തന്മാരൊക്കെ ബൈബിൾ കോളേജുകളിൽ പഠിച്ചിട്ടുള്ളവരാണ്. കർത്താവിന്റെ ദാസിമാരും നല്ലൊരു പങ്കും ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ളവരാണ്. ഇല്ലാത്തവർക്ക് പോലും അങ്ങനെയൊക്കെയുള്ള കൃപ ദൈവം കൊടുക്കുന്നു. അതോടൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാനിവിടെ പഠിപ്പിക്കല്ല, നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചെന്ത് ചെയ്യാൻ പോവാം, പഠിക്കുവാൻ പോവാം. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ഈ വിഷയത്തെ കുറിച്ച് എന്ത് ചെയ്യാൻ പോവാം, പഠിക്കുവാൻ പോവാം. അപ്പൊ ഗിരിപ്രഭാഷണത്തിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ എന്താ? ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, ഞാനിതൊരു ആധികാരിക പഠനമാണ് എന്ന് ഞാൻ സ്ഥാപിക്കുന്നില്ല. എന്റെ ഒരു അറ്റംപ്റ്റ് മാത്രം, ഒരു ശ്രമം. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഇതിനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ആലോചനകൾ മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു വലിയ ആധികാരിക പഠനമെന്ന് ഞാൻ സ്ഥാപിക്കുവാനും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയുന്ന പോയിന്റുകൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു നന്ന് എന്ന് മനസ്സിലാക്കുന്നെങ്കിൽ നന്നായിരിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിക്കും. ഗിരിപ്രഭാഷണത്തിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ എന്തെന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതിതാണ് ഈ 20 നൂറ്റാണ്ടുകളിൽ കൂടെ ക്രിസ്തീയ മാർഗം കടന്നു പോയപ്പോൾ നമ്മള് ജീവിക്കുന്നത് AD 2016 കാലഘട്ടം. അപ്പൊ 2016 മുമ്പ് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾ നമ്മൾ എന്ത് ചെയ്തു, പിന്നിട്ട് ക്രിസ്തീയ മാർഗവും ഈ 20 നൂറ്റാണ്ടുകൾ പിന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് ഒന്നും ചിലപ്പോൾ പക്ഷെ വേണ്ട നിലയിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നത് വരികയില്ല. അപ്പൊ ഈ നമുക്കറിയാം ക്രിസ്തീയ മാർഗം ഉടലെടുത്തത് എവിടാ? നമുക്ക് പറഞ്ഞു നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയില്ല, ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക, ഷെയർ ചെയ്യുക, വിശകലനം ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളോട് ഓരോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പഠിച്ചവരാണ്, കോളേജിൽ പോയി പഠിച്ച എല്ലാവർക്കും നല്ല ആശയങ്ങളുണ്ടാകുന്നത്. ക്രിസ്ത്യമാർഗം ഉടലെടുത്തത് പാലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യം. ഇതവിടെ ഉടലെടുത്ത കാലഘട്ടത്തിൽ ഈ ക്രിസ്ത്യമാർഗം എന്ന് പറയുന്നത് ഒരു വലിയ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായ ബന്ധങ്ങൾ ആഴത്തിൽ പതിഞ്ഞ ഒരു മാർഗമായിരുന്നു എന്ത് ക്രിസ്ത്യമാർഗം. നമ്മൾ പ്രവർത്തന പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് അറിയാം. ദൈവത്തിന്റെ ദാസന്മാർ കൂടി വന്നപ്പോൾ, അവരുടെ ശിഷ്യന്മാർ കൂടി വന്നപ്പോൾ എല്ലാം പൊതുവകയെന്ന്. അപ്പൊ അവിടെ വലിയൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഈ ക്രിസ്ത്യമാർഗത്തിൽ ഉണ്ടായിരുന്നു. അല്ലെ? ഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഉദയം ചെയ്ത കാലഘട്ടത്തിൽ ക്രിസ്തീയ മാർഗത്തിലുള്ള അല്ലെങ്കിൽ ക്രിസ്തു വിഭാവനം ചെയ്ത ക്രിസ്തീയ ആ പാതയിലുള്ള എല്ലാ ക്രിസ്തുവിന്റെ ശിഷ്യത്വം അംഗീകരിച്ച എല്ലാവരുടെ ഉള്ളിൽ ഒരു വലിയ വ്യക്തിപരമായ
വ്യക്തിപരമായ ക്രിസ്തീയ ബന്ധമെന്നുണ്ടായിരുന്നു ഉണ്ടായി. അത് പിന്നെ അവിടെ നിന്ന് പടർന്നു പിടിച്ചതല്ലോട്ടെ ഗ്രീക്ക് സാമ്രാജ്യത്തിലേക്കാണ് എന്ത് ചെയ്തത്? കടന്നുപോയത്. ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിലേക്ക് ക്രിസ്തുവിന്റെ മാർഗം, ക്രിസ്തുവിന്റെ ആശയങ്ങൾ, ക്രിസ്തുവിന്റെ തത്വങ്ങൾ പോയപ്പോൾ അവിടെ അതൊരു ഒരു തത്വചിന്തയായിട്ട് എന്ത് ചെയ്തു? ഫിലോസഫി ആയിട്ട് മാറി. ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ വന്ന് നമ്മൾ എത്തണമെങ്കിൽ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും? നമ്മൾ ഇന്ന് ഈ പ്രായത്തിൽ ഒരു ദിവസം കൊണ്ട് പൊട്ടി വന്നതാണ്. നമ്മുടെ ഓർമ്മയായ കാലം മുതൽ നമുക്കറിയാം നമ്മൾ എത്ര വലുതായിരുന്നു, പിന്നെ എത്ര വലുതായിരുന്നു, പിന്നെ എന്ത് ചെയ്തിരുന്നു, എങ്ങനെയൊക്കെ വളർന്നു, സ്കൂൾ ജീവിതം എങ്ങനെ, കോളേജ് ജീവിതം എങ്ങനെയായിരുന്നു, നമ്മുടെ ശുശ്രൂഷകൾ എങ്ങനെയാണ് കടന്നു വന്നത്. ഇങ്ങനെയുള്ള തലങ്ങളാകുമ്പോൾ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയത് ഇന്ന് നമ്മളായിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് എത്തപ്പെടും അല്ലേ? അപ്പൊ നമുക്കൊരു പാസ്റ്റ് ഉണ്ട്, നമുക്കൊരു പഴയ ചരിത്രമുണ്ട്. അതുപോലെ ക്രിസ്തീയ മാർഗത്തിൽ എന്തുണ്ട്? ഒരു പാസ്റ്റ് ഉണ്ട്, പഴയ ചരിത്രമുണ്ട്. ഈ ചരിത്രം പാലസ്തീനയിൽ ഉടലെടുത്തെങ്കിൽ അത് ഗ്രീക്ക് സാമ്രാജ്യത്തിലേക്ക് വന്നപ്പോൾ അതൊരു തത്വചിന്ത പോലെ അതിനെന്ത് ചെയ്തു? ചിന്തയായി മാറി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് യഹൂദന്മാർ എന്ത് ചെയ്യുന്നു? അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഒരു ഫിലോസഫി ഗ്രീക്ക് സാമ്രാജ്യത്തിലേക്ക് വന്നപ്പോൾ ഒരു ഫിലോസഫി ആയിട്ട് എന്ത് ചെയ്തു? അവതരിപ്പിക്കുന്നു. അത് വീണ്ടും ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അധപതനത്തിലൂടെ ശേഷം പിന്നെ കടന്നു വരുന്നേക്കോട്ടെ റോമൻ സാമ്രാജ്യത്തിൽ അല്ലേ? റോമൻ സാമ്രാജ്യം. ഈ റോമൻ സാമ്രാജ്യത്തിലേക്ക് വന്നപ്പോൾ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറി. ഒരു സ്ഥാപനം, അധികാരം കൈയേറുന്ന 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിന്റെ ഇടയിൽ നമ്മൾ പഠിച്ച 300-400 വരെ കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ രാജകീയ മതമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇതെന്ത് ചെയ്തു? പരിവർത്തി എന്ത് ചെയ്തു? രൂപാന്തരപ്പെട്ടു. ഒരു റീഫോർമേഷൻ ഉണ്ടായി അല്ലേ? അപ്പൊ അവിടെ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ ഒരു സ്ഥാപനമായി മാറി. അധികാരങ്ങൾ കൈയേറുന്ന ഒരു പ്രസ്ഥാനം, ഒരു സ്ഥാപനമായിട്ട് എന്ത് ചെയ്തത്? മാറി. അവിടെ നിന്ന് വീണ്ടും പോയത് യൂറോപ്പിലേക്കാണ് അല്ലെ? യൂറോപ്പിലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇറ്റ് ബിക്കം എ കൾച്ചർ, ഒരു സംസ്കാരമായിട്ടുള്ള നിങ്ങളുടെ ആശയത്തോട് മനസ്സിലാക്കിയ ആശയത്തോട് ഉൾക്കൊള്ളുന്നു ഞാൻ വിശ്വസിക്കുന്നു. യൂറോപ്പിലേക്ക് കടന്നു പോയപ്പോൾ അതൊരു സംസ്കാരമായി മാറിയെങ്കിൽ അമേരിക്കയിലേക്ക് നാടുകളിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്തായിട്ട് മാറിയെന്ന് അറിയാമോ? ഇറ്റ് ബിക്കം എ എന്റർപ്രൈസ്, ഒരു വ്യവസായ സ്ഥാപനമായിട്ട് എന്ത് ചെയ്തു? മാറ്റപ്പെട്ടു. ഇന്ന് നാം കാണുന്ന ക്രിസ്തീയ ഗോളം, ക്രിസ്തീയ മാർഗം വ്യവസ്ഥ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനം പോലെ ആക്കപ്പെട്ടതിന്റെ പിന്നിൽ ഈ പരിണാമങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെ സംഭവിച്ചു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അസുഖത്തിൽ ഇങ്ങനെയായിരുന്നോ വേണ്ടിയിരുന്നത്? ഇങ്ങനെയല്ലായിരുന്നു എന്ത് ചെയ്യുന്നത്? ഇത് പരിണമിക്കേണ്ടത് കഥാ വിഭാവനം ചെയ്തത് നമ്മൾ പലസ്തീനയിൽ കേട്ടതുപോലെ തന്നെ ഒരു വ്യക്തിപരമായ പരിശുദ്ധാത്മാവിന്റെ കൂട്ടിച്ചേർപ്പുള്ള ഒരു ഐക്യതയുടെ പ്രസ്ഥാനമായി, ഐക്യതയുടെ ആ മാർഗമായി തീരേണ്ടത് ഇവിടെ കാലഘട്ടത്തിന്റെ ഈ മുൻപോട്ടുള്ള യാത്രകൾ എന്തായി വന്നു തീർന്നു? ഒരു വ്യവസായ സ്ഥാപനം പോലെ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, ഇന്ന് എന്നെ തെറ്റിദ്ധരിക്കല്ലേ, നമ്മുടെ രാജ്യത്തിൽ വരുന്ന ഏകദേശം കട്ടുകളെല്ലാം എവിടെ നിന്ന് വരുന്നതാണ്? ഇതെല്ലാം അമേരിക്കയുടെ ഒരു നല്ല ശതമാനം ദുരുപദേശങ്ങളും തുറന്നു വീഴുന്നത് ഇംഗ്ലീഷ്
റിലേഷൻഷിപ്പായിരുന്നു നമുക്ക് എന്ത് ചെയ്യുന്നത് വേണ്ടിയിരുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഐക്യതയിലുള്ള വ്യക്തിപരമായ ബുദ്ധിപരമായ കർത്താവിന്റെ ആ മാർഗത്തോടുള്ള സമീപനമാണ് നമുക്ക് എപ്പോഴും എത്തിയത് വേണ്ടത്. എത്രയും പറഞ്ഞത്, നമ്മൾ ക്രിസ്തീയ ഗോളത്തിൽ ക്രിസ്തീയ മാർഗത്തിൽ നിൽക്കുമ്പോൾ നാം വിശ്വസിക്കുന്ന ക്രിസ്തീയ മാർഗത്തിന് സംഭവിച്ചു പോയ കാഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറയുന്നത്. ആദിയിൽ സർവശക്തനായ ദൈവം തന്റെ തിരീതപ്രകാരം സകലത്തെ എന്നെ വാക്കിനാല് ഉള്ളതാണ്. ആരും അഭിപ്രായം ചോദിച്ചിരുമാണ് ദൈവം സ്ഥാപിച്ചാണോ? തന്റെ തിരുഹൃദയത്തിൽ എന്ത് ചെയ്യണമെന്ന് തോന്നി അതെന്ത് ചെയ്തു? ദൈവം സ്ഥാപിച്ചു. അങ്ങനെ ചോദിച്ചു നമുക്കെന്തില്ല. എല്ലാത്തിനും വാക്കിനാലുള്ളതാക്കി. പക്ഷേ മനുഷ്യനെ മാത്രം എന്ത് ചെയ്തു? തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി വെച്ചു, അല്ലേ? സൃഷ്ടിച്ചു. എല്ലാം അറിയാവുന്നത്. ദൈവം പറഞ്ഞു ഇതെല്ലാം എന്താണ്? നല്ലതാണ്. നല്ലതെന്ന് ദൈവം എന്ത് ചെയ്തു? നല്ലതെന്ന് ദൈവം കണ്ടു. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു? നല്ലതിന്റെ സകലത്തെ എന്ത് ചെയ്തു? നശിപ്പിച്ചു. അല്ലെ? മനുഷ്യ സകലത്തെയും നശിപ്പിച്ചു. ദൈവ മനുഷ്യനെ സ്വതന്ത്രനായി സകലവിധ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചു വിട്ടു. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്തു? സകലത്തെയും അടക്കി പോകാൻ സ്വാതന്ത്ര്യപ്പെടുത്തിയ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗം തന്റെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്തു? കടന്നു. അതാ സംഭവിച്ചത്. ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തിന്റെ മിസ്യൂസ് അല്ലെങ്കിൽ ദുരുപയോഗം എന്ത് ചെയ്തു? ആ മനുഷ്യനാൽ ദൈവ സ്വാതന്ത്ര്യത്തോടാണ് മനുഷ്യനെ എന്ത് ചെയ്തു? ഏതെന്തോട്ടത്തിലാകുമ്പോൾ സകലത്തിന്റെയും എത്തിയ സകല നന്മകളും നിനക്ക് അനുഭവിക്കാം, അല്ലേ? പക്ഷെ ആ സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ എന്ത് ചെയ്തു? കർത്താവ് പൂച്ചകളെ കൂടെ വെച്ചിരുന്നെങ്കിൽ ഈ മനുഷ്യൻ എന്ത് ചെയ്തില്ലായിരുന്നു? ദൈവത്തിന് ചെയ്യാൻ കഴിയാനില്ല. പക്ഷെ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വാതന്ത്ര്യവാനായി. സ്വാതന്ത്ര്യം, അല്ലേ? ഇവിടെ നോക്കണമേ, ഇങ്ങനെ ഈ സ്വാതന്ത്ര്യം മനുഷ്യന്റെ പാപത്തിലും ശാപത്തിലും അസുരക്ഷിതയിലും വഞ്ചനയിലും ഇന്ന് കാണുന്ന സകല മേൽസകളിലേക്ക് മനുഷ്യരുടെ വഴിത അതിന് സംഭവിച്ചത്. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ നേടുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിൽ യാഗമായിട്ട്, അല്ലെ? ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നത് 3:15 കാണുന്നത് സ്ത്രീയുടെ സമ്മതി ഷാജിന്റെ പല തകർച്ചോടുള്ള അവിടെ നിന്ന് ഒരു നസ്രത്ത് മാനിഫെസ്റ്റോ എന്ത് ചെയ്യുമായിരുന്നു? മാനിഫെസ്റ്റോ അവിടെ നിന്ന് എന്ത് ചെയ്യായിരുന്നു? ഫോം ചെയ്യുക. അവിടുന്ന് മുതലെടുക്കുകയാണ്, അല്ലേ? അത് പിൽക്കാലത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ കേട്ടു ഈ ലൂക്കോസിന്റെ യെശയ്യാ പ്രവാചക പുസ്തകത്തിലേക്ക് വന്നപ്പോൾ ദേവദാസന്മാരെ ദയവായിട്ടൊന്ന് വായിക്കണേ. ദൈവത്തിന്റെ ഇഷ്ടമാണ് ആ ഭാഗം വായിക്കണം. 61 1 മുതൽ 3 വരെ വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചാലും മതി. പ്ലീസ് എന്റെ കൂടെ ഒന്ന് സഹകരിക്കണം. അഭിഷേകം ചെയ്തിരിക്കുന്നത് ആത്മാവിന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവൊഴിക്കുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം. ലൂക്കോസിന്റെ സുവിശേഷം വായിച്ച് 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ചു. സുവിശേഷം അറിയിപ്പാൻ കർത്താവിന്റെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ. മുരടന്മാർക്ക് കാഴ്ചയിൽ പ്രസംഗിപ്പാൻ. കർത്താവിന്റെ നിയോഗത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം ബദ്ധന്മാർക്ക് വിടുതൽ.
അയക്കാനും കർത്താവിന്റെ പ്രസാദോഷം പ്രസംഗിക്കുവാനും കർത്താവിന്റെ പ്രസാദോഷം പ്രസംഗിക്കാനും എന്നെ അയച്ചിരിക്കുന്നു. ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനുമാണ് കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നത്. കർത്താവ് തന്നെ വിളംബരം ചെയ്തു. എന്റെ ആഗമന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഈ വിഷയങ്ങൾ ബേസ്ഡ് ആണ് അല്ലേ? അന്ന് ഭക്തന്മാർക്ക് ഞാൻ എന്ത് ചെയ്യണം? വിടുതൽ കൊടുക്കണം അല്ലെ? ഭക്തന്മാർക്ക് വിടുതൽ കൊടുക്കണം, കുരുടന്മാർക്ക് കാഴ്ച നൽകണം, പീഡിതന്മാരെ വിടുവിച്ചയക്കണം, ദരിദ്രരോട് എന്ത് ചെയ്യണം? ഇതാ കർത്താവിന്റെ നിയോഗം അല്ലെ? ദൈവത്തിന്റെ നിയോഗം. ദൈവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്നെ പറഞ്ഞു. കർത്താവ് ഒന്നൊരു ഭാഗത്തിൽ ഉദ്ധരിച്ച് പറഞ്ഞ് വിശേഷിപ്പിച്ച ഭാഗം. ഇവിടെ എന്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 4 വിധ കാര്യങ്ങൾ ദൈവം അവിടെ എംഫസൈസ് ചെയ്യുന്നത്, ഹൈലൈറ്റ് ചെയ്തു, അവിടെ വരയും ഇതുവരെ. ഒന്ന്, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കണം. ഉൽപ്പത്തി പുസ്തകത്തിലെ ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ മാനവകുലം അകമാനം എന്ത് ചെയ്തിരിക്കുക? ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ. പാപത്തിൽ ബന്ധിക്കപ്പെട്ടു, ശാപത്തിൽ ബന്ധിക്കപ്പെട്ടു, പിശാചിന്റെ സകല തന്ത്രങ്ങളും ബന്ധിക്കപ്പെട്ടു, മാനുഷിക അസമത്വങ്ങൾ ഉടലെടുത്തു, ജാതീയ വംശീയ വർണ്ണീയ വർഗ അസമത്വങ്ങൾ എന്ത് ചെയ്തു? ലോകത്തിൽ വെളിപ്പെട്ടു അല്ലേ? പിശാചി മനുഷ്യനെ എന്ത് ചെയ്തു? അടിമപ്പെടുത്തി. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ ഇതിനെ എന്ത് ചെയ്യാൻ പോവാ? ഈ ബദ്ധന്മാർക്ക് വിടുതൽ നൽകണം. ഒന്നാമത്തെ എന്റെ പ്രൈം ഇന്റൻഷൻ, എന്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ബദ്ധന്മാർക്ക്. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ വീണ്ടും എഴുന്നേറ്റും ഇങ്ങനെ പോകുന്ന സമയത്ത് കർത്താവിന്റെ മനസ്സിൽ ഇങ്ങനെയാ, ഞാൻ ഇതെല്ലാം വഹിക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്റെ ആഗമന ഉദ്ദേശങ്ങൾ, ഈ വിഷയങ്ങളെ ഇതിലെന്ത് ചെയ്യണം? മാനവകുലത്തിൽ നിന്ന് വിടുവിക്കണം. ഞാൻ ഈ കഷ്ടപ്പെട്ട് സഹിക്കുന്നതിന്റെ പിന്നിൽ എന്തുണ്ട്? ഒരു ഉദ്ദേശം അല്ലേ? ഞാനിങ്ങനെ ഒരു ദേവദാസൻ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. കുറേനക്കാരനായ ശീമോനെ ആ ക്രൂശിന്റെ പിൻഭാഗം ചുമപ്പാൻ എന്ത് ചെയ്തു? മലയാളികൾ ഇങ്ങനെ ആകസ്മികമായിട്ട് പെട്ടെന്നുണ്ടായ സംഭവങ്ങളാണ് അല്ല. അതിങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ലോകത്തിലെ സകല അസമത്വങ്ങളെ നീക്കിക്കളഞ്ഞു, വർണ്ണ വ്യത്യാസങ്ങളെ മാറ്റി, കറുത്ത വർഗക്കാരനെയും വെളുത്ത വർഗക്കാരനെയും ക്രൂശിൽ നിരപ്പിക്കുക. ആ ക്രൂശിന്റെ വേലക്കാരത്തെ മുകളിലേക്ക് കൊണ്ടുവച്ചു. അപ്പൊ ദൈവത്തിന്റെ തിരുശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തം അവിടെ നിന്ന് എന്ത് ചെയ്തു? ആ കുരിശിലൂടെ ഒഴുകി അതോട്ട് എങ്ങനെ വേലക്കാരനെത്തി ശിവോന്റെ ലേഖനത്തിൽ അതെന്ത് ചെയ്തു? നമുക്കറിയാം, യഹൂദന്മാർക്ക് ഈന്തൽ കഴിത്തോ ഒക്കെ ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തില്ല. അസമത്വങ്ങൾ മനോഗുണത്തിന്റെ ഉള്ളിൽ ഉടലെടുത്ത ബന്ധിക്കപ്പെട്ട അവസ്ഥകൾ, ജാതീയ വ്യവസ്ഥകൾ, ഇംബാലൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യകുലത്തിന്റെ പ്രവണതകൾ ദൈവത്തിന്റെ സ്വഭാവം. പിശാചിന്റെ അടിമത്വത്തിൽ നിന്നുള്ള വിടുതൽ, ഇതാണ് ഭക്തന്മാർക്കുള്ള വിടുതൽ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ ദൈവദാസന്മാർ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കണം. ഭക്തന്മാരുടെ വിടുതൽ നമ്മൾ കേട്ടു. ഇനിയും കുരുടന്മാർക്ക് എന്ത് ചെയ്യണം? അന്ധത, ആത്മീയ അന്ധത, പല നിലവാരത്തിലുള്ള അന്ധതകൾ അല്ലേ? ദൈവം തന്നെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത യഹൂദന്മാർ പോലും എന്ത് ചെയ്തു? ആത്മീയ അന്ധത പിടിച്ചു. ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ട സ്വന്തം ജനം എന്ത് ചെയ്തു? ആത്മീയ അന്ധത പിടിച്ചവരായി എന്ത് ചെയ്തു? ലോകത്തിൽ മാതൃകയില്ലാത്തവരായിട്ട് ജീവിക്കുവാൻ. യശയ്യാപ്രവാചക പുസ്തകം 59 അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിച്ചു.
കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്ന അവസ്ഥ, കണ്ണില്ലാത്തവരെ പോലെ കണ്ണ് ഉണ്ടെങ്കിലും കണ്ണില്ലാത്ത അവസ്ഥ. യഹൂദന്റെ ചരിത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വായിക്കുന്നത്. കണ്ണുണ്ട്, പക്ഷേ നടക്കുന്നത് എങ്ങനെയാണ്? തപ്പിയാണ്. ഒരു വലിയ ആത്മീയ അന്ധത ദൈവജനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ലോകത്തിന് സത്യദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കേണ്ട ജനം എന്ത് ചെയ്തു? കുരുടന്മാരായി തീർന്നു. നടത്തുന്നവരും കുരുടന്മാര്, നടത്തപ്പെടുന്നവരും എന്തോ? ഈ ആത്മീയ അന്ധത കുരുടന്മാർക്കുള്ള കാഴ്ച ദൈവം എന്ത് ചെയ്യുന്നു? അതൊന്നും ആ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കണം. ദൈവത്തിന് ആത്മീയമായി അന്ധത പിടിച്ചു നിൽക്കുന്ന ഈ മാനവകുലത്തിന്റെ അന്ധതയൊന്നും എന്ത് ചെയ്യണം? മാറ്റണം. അടുത്ത ഭാഗമായി പീഡിതന്മാരെ വിടുവിച്ചേക്കണം. വർദ്ധിതരായ, അസ്വസ്ഥരായ, എല്ലാവരും പുറന്തള്ളപ്പെട്ട ഒരു സമൂഹം എന്ത് ചെയ്യണം? പീഡിതന്മാരെ വിടുവിച്ച് അയക്കണം. ഇനി ദരിദ്രരോട് എന്ത് ചെയ്യണം? സുവിശേഷം ദൈവത്തിന്റെ പദ്ധതിയില്. ഞാൻ എന്തിനെങ്കിലും പറയുന്നത് ഞാനൊരു വിഷയം നൽകാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂടെ നന്നായിട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ പറ്റും. ദരിദ്രരോട് സുവിശേഷം അറിയിക്കണം. ഒരു വലിയ സമൂഹം അധസ്ഥരെന്നും കീഴ്ജാതിയെന്നും എല്ലാവരും പാർശ്വവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന വലിയൊരു സമൂഹം അല്ലേ? നല്ല കാലത്തെ ചിത്രമല്ല. ഈ സമൂഹത്തോട് സുവിശേഷമുള്ളവരെ എന്ത് ചെയ്യണം? ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തണം. മനുഷ്യരെ കർത്താവ് ദൈവം തമ്പുരാൻ ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ വക വിഷയങ്ങളൊന്നും ഉദ്ദേശിച്ചല്ല മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ അസമത്വങ്ങളെല്ലാം മനുഷ്യനിലേക്ക് സ്വന്തമായി എന്ത് ചെയ്തു? വളർത്തി വെച്ചു. അല്ലെ? അപ്പൊ ദൈവത്തിന് സുവിശേഷം എന്ത് ചെയ്യണം? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് എന്ത് ചെയ്തു? ശബരിയിലേക്ക് എന്ത് ചെയ്തു? കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാർ ഒരിക്കലും കടക്കാത്ത, ഒരിക്കലും പ്രവേശിക്കാത്ത, ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സമൂഹത്തിലേക്ക് കർത്താവ് എന്ത് ചെയ്തു? ദരിദ്രരോട് എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം. നമ്മുടെ കർത്താവ് അങ്ങനെ പോകാൻ കാരണം എന്താ? പ്ലീസ് എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുന്നു. മയക്കോളം എനിക്കറിയാം. ഒരിക്കലും ദേവദാസനെ പ്ലീസ് ഒന്ന് സഹായിക്കുന്നു. വായിച്ചു 2 ഒരിക്കലും 8-ാം അധ്യായത്തിൽ 9-ാം വാക്യം വായിച്ചു പ്ലീസ്. നമ്മുടെ ദൈവം സമ്പന്നന്മാരുടെ ഇടയിലേക്ക് മാത്രം എന്ത് ചെയ്താൽ മതിയായിരുന്നു കർത്താവിന്? എന്റെ മനസ്സിലാക്കുന്നത് കർത്താവിന് ഈ താണ ഒരു ജാതിയുടെ അടുക്കലേക്ക് പോകേണ്ട ആവശ്യം. ആ വാക്യം എന്തോ സിസ്റ്റർ വായിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടു അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതില്ല. അനേകരെ ക്രിസ്തുവിൽ സമ്പന്നരാക്കണമെന്നുള്ള അങ്ങോത്ത ദൈവത്തിന്റെ നിയോഗം. ദൈവത്തിന്റെ വിശ്വാസം അല്ലേ? അപ്പൊ ദൈവം ഈ നിയോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അംഗീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊക്കെ വിഭാവനം ചെയ്ത ദൈവത്തിന്റെ വരവിക്ക് കർത്താവ് നമ്മളിൽ നിന്നിട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മളിൽ നിന്ന് ദൈവം എന്തോ പ്രതീക്ഷിക്കുന്നത്? കർത്താവ് വരുമ്പോൾ നമ്മളത് പറയാറുള്ളത് നമ്മുടെ ദൈവമക്കളാണ്. നമ്മള് അവസാനത്തോളം പിടിച്ചിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയുന്നത് നമ്മളെല്ലാം വിശ്വമിത അവസാനത്തോളം വിശ്വാസത്തിൽ എങ്ങനെയും പിടിച്ചിരുന്നാൽ
ഞാൻ മനസ്സിലാക്കിയപ്പോ നമ്മുടെ വിശ്വാസമൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് സ്വാർത്ഥത വാസ്തവത്തിൽ നമ്മൾ മാത്രം രക്ഷപ്പെടണം, നമ്മുടെ വിശ്വാസം കഴിഞ്ഞു നിൽക്കണം, നാം ആത്മീയരാകണം, നമുക്ക് സ്വർഗത്തിലേക്ക് പോകണം. ഒരു കണക്കിൽ എന്തോ സ്വാർത്ഥത, സെൽഫിഷ്നെസ് അല്ലേ? പക്ഷെ ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, കർത്താവ് വരുമ്പോൾ വിശ്വാസമല്ല നമ്മളെ നോക്കുന്ന, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിന്റെ ജീവിതത്തിൽ അതിൽ നിന്ന് എന്തെല്ലാം വെളിപ്പെട്ടു, എന്തെല്ലാം വെളിപ്പെട്ടില്ല, ഇതായിരിക്കും കർത്താവിന് മാറണമെന്ന് ഞാൻ വിശ്വസിക്കും. ഞങ്ങളല്ലേ ശരിയായിട്ട് കർത്താവ് നമ്മൾ മുൻപറഞ്ഞ കാര്യങ്ങൾ കേട്ടു. ഭക്തന്മാർക്ക് വിടുതൽ കൊടുത്തു, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, പീഡിതന്മാരെ വിടുവിച്ചയച്ചു, ദരിദ്രരോട് സുവിശേഷം അറിയിച്ചു. സമ്പന്നനായിരുന്ന ദൈവം ദരിദ്രനായി നമ്മയെല്ലാം സമ്പന്നതയിലേക്ക് ദൈവം ചെയ്തു കൈപിടിച്ചു നടത്തിയെങ്കിൽ ദൈവത്തിന്റെ ശിഷ്യത്വം ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മിലേക്ക് പകർന്നിരിക്കുന്ന ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ വക വിഷയങ്ങളെല്ലാം നമ്മിലെത്തിയണം, വെളിപ്പെടണം. അതെ, അങ്ങനല്ലേ? അപ്പൊ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. നമ്മെ ഒന്ന് ശോധന ചെയ്യാം. നാം ആ ഭാഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? അതോ കേവല വിശ്വാസം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സഭയുടെ അല്ലെങ്കിൽ മാനുഷികമായ എന്തെങ്കിലും ഒരു പ്രസ്ഥാനങ്ങളുടെ ചില കാര്യങ്ങൾ നമ്മൾ കീഴ്പ്പെട്ട് കൂട്ടായ്മകൾ പാലിച്ച് കർത്തദാസന്മാർക്ക് കീഴ്പ്പെട്ട് കിടക്കേണ്ട സാമ്പത്തിക നന്മകളെല്ലാം കൊടുത്ത് അങ്ങ് പോകുന്നു, ഇതാണ് നമ്മുടെ ആത്മീയത എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. അല്ലേ? നമ്മളെല്ലാം ചിന്തിക്കുക. നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തികഞ്ഞ ആത്മീയത എല്ലാ ആരാധനയ്ക്കുണ്ട്, പോകാറുണ്ട്, എല്ലാ ഇടയോഗങ്ങൾക്കുമുണ്ട്, എല്ലാ പ്രാർത്ഥനകൾക്കുമുണ്ട്. കർത്താവിദാസന്മാർക്ക് കറക്റ്റ് ദശാംശം ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, ദൈവസഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിലുണ്ട് എന്നതുകൊണ്ട് നാം ആരാകുന്നില്ല. ഒരാത്മീയ സ്വഭാവത്തിന്റെ ഒരു പടി മാത്രമേ ആകുന്നുള്ളൂ. ദൈവം നമ്മെ കുറിച്ച് ചിന്തിക്കുന്നത് നിന്റെ ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസത്തിൽ നിന്റെ കഴിഞ്ഞ നാളുകളിലെ പ്രവൃത്തിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിഞ്ഞ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഇവിടെയാണ് നമ്മുടെ എന്റെ ഈ പ്രഭാഷണത്തിന്റെ പ്രസക്തി വെളിപ്പെടുന്നത്. മനസ്സിലായ കർത്താവിദാസന്മാരെ പ്രിയപ്പെട്ടത്, ഇവിടെയാണ് കർത്താവിന്റെ ഈ പ്രഭാഷണത്തിന്റെ പ്രസക്തി നാം എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുവാൻ പോകുന്നത്. ഈ പ്രഭാഷണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ഇങ്ങനെ കിടക്കുന്ന സുദീർഘമായ 107 വാക്യങ്ങളോട് കൂടിയ ഒരു പ്രസിദ്ധമായ പ്രഭാഷണമാണ് ക്രിസ്തുവിന്റെ ഈ പ്രഭാഷണം. അനേക മഹാന്മാരെ അവരുടെ ദർശനങ്ങളിൽ ആഴമായി സ്വാധീന ശക്തി പകർത്തുവാൻ ഈ ഗിരിപ്രഭാഷണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ, ടോൾസ്റ്റോയ്, അസിസിയൻ ഫ്രാൻസിസ് ഇത്യാദി മഹാന്മാരൊക്കെ അവരുടെ ആ ദർശനങ്ങളിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ആഴമായ സ്വാധീന ശക്തി ഈ ഗിരിപ്രഭാഷണത്തിന് അവരുടെ മേൽ ചെയ്യുവാൻ എന്തിയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പോലും വളരെ സ്വാധീനിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഈ പ്രഭാഷണം. പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ ഈ പ്രഭാഷണത്തെ അംഗീകരിക്കുന്നു. അതിന് വളരെ താഴ്മയോട് കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ ഇത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ഞാൻ ഇവരെ എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നു. ക്രിസ്തുവിന്റെ വചനത്തെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ക്രിസ്തു വചനം അനുഷ്ഠിക്കുന്നു, അനുസരിക്കുന്നു എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, കാണാൻ
ക്രിസ്തുവിന്റെ വചനത്തിന് ആഴമായ ദൈവത്തിന് മനുഷ്യൻ എത്തിയാൽ വളർത്തുവാൻ. ഈ പ്രഭാഷണത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ക്രൈസ്തവ പ്രബോധനത്തിന്റെ സംഗ്രഹം, അല്ലെങ്കിൽ ക്രൈസ്തവ നമ്മുടെ ക്രിസ്തീയ മാർഗത്തിൽ പ്രബോധിപ്പിക്കപ്പെടുന്ന എല്ലാ പ്രബോധനങ്ങളെയും കൂടെ കൂട്ടിവെച്ചാലും ഈ 3 അധ്യായങ്ങളിൽ കിടക്കുന്ന ഭാഗം എന്തില്ല ആയിത്തീരുന്നില്ല. അപ്പൊ ക്രിസ്തീയ പ്രബോധനത്തിന്റെ സംഗ്രഹമാണ് ഗിരിപ്രഭാഷണം. സ്വർഗരാജ്യത്തിന്റെ മാഗ്നാകാർട്ടയാണ് ഗിരിപ്രഭാഷണം. ശിഷ്യത്തിന്റെ ആചാര്യ മൊഴിയാണ് ഗിരിപ്രഭാഷണം. കപട ആത്മീയതക്കെതിരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റാണ് ഗിരിപ്രഭാഷണം. കപട ആത്മീയക്കെതിരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ്. മലമുകളിൽ നിന്ന് ലോകത്തിന്റെ അതിരുകളിലേക്ക് ഒഴുകിയെത്തിയ ആത്മീയതയുടെ നീർച്ചാലുകളാണ് ഗിരിപ്രഭാഷണം. ഇതാണ് ഗിരിപ്രഭാഷണത്തിന്റെ നമ്മളെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ലായിരുന്നു ദൈവരാജ്യത്തിൽ ഉൾച്ചേർക്കപ്പെട്ടവരുടെ ബാധ്യതകൾ, കടമകൾ എന്തെല്ലാം എന്ന് മനസ്സിലാക്കിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഇതൊക്കെ വന്നത്. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ നിലപാടും ജീവിതവും പെരുമാറ്റവും എങ്ങനെയായിരിക്കണം? യഥാർത്ഥ ആത്മീയത എന്താണ്? ഈ 3 അധ്യായങ്ങൾ നന്നായിട്ട് നാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ആത്മീയ തലത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിച്ചേർപ്പെടുവാൻ കഴിയും. മാത്രമല്ല, ലോകത്തിലെ സകല ജനങ്ങളെയും തന്റെ ശിഷ്യത്വം അംഗീകരിക്കുന്നവരിലേക്ക് കൈമാറുന്ന ഒരു കൈമാറ്റത്തിന്റെ പ്രഖ്യാപനം കൂടിയാണെന്ന് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിലേക്ക് ദൈവം ആരെ കൈമാറിയിരിക്കുന്നത്? ലോകത്തെ കൈമാറിയിരിക്കുക. അത് പ്രസിദ്ധപ്പെടുത്തിയതാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന പ്രഭാഷണം. ദൈവത്തിന്റെ വിശ്വാസം. ഞാൻ ഈ 3 അധ്യായങ്ങളെ കൂടെ ഇന്ന് എപ്പോഴെക്കാളും നമുക്ക് ചിന്തിക്കുവാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ 3 അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനേക ദിവസങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പഠിക്കുവാനും വ്യാഖ്യാനിക്കാനും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. ഇനി 3 അധ്യായങ്ങളിൽ നിന്ന് ഓരോ വാക്യങ്ങൾ മാത്രം എടുത്ത് അതിനെ എന്ത് ചെയ്യാൻ പോവാം? ഞാൻ അല്പം ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നു. ദൈവത്തിന്റെ വിശ്വാസം നമുക്കത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. അപ്പൊ ഒന്നാമത്തെ കർത്താവിന് ശിഷ്യത്വം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒന്നാമത് ദൈവം പറയുന്ന വിഷയമാണ്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഉപ്പ് ഏറ്റവും വിലക്കുറവുള്ള സാധനം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തരത്താക്കപ്പെടുന്നില്ല. ഉപ്പിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. രുചി വരുത്തുന്നതാണ്. അത് ഏതെങ്കിലും കാര്യങ്ങളെ ചീഞ്ഞ നാറുന്നതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട്. ഇത്യാദി വിഷയങ്ങളൊക്കെ നമുക്കറിയാം, അല്ലേ? എന്നാൽ ഉപ്പിനെ കുറിച്ച് നമുക്ക് ആഴമായിട്ടൊന്ന് പഠിച്ചാൽ എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ഉപ്പ് ഇരിക്കുന്ന ഇപ്പൊ ആരുടെ കരകളിലാണ് ഉപ്പിരിക്കുന്നത്? ഒരു വലിയ സമ്പന്നനായിക്കോട്ടെ, ഒരു ദരിദ്രനായിക്കോട്ടെ, ഭിക്ഷക്കാരനായിക്കോട്ടെ, ആരുടെ കയ്യിലാണ് ആ ഉപ്പ് ഇരിക്കുന്നത്? ആ ഉടമസ്ഥൻ ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു? ആ ഉപ്പ് കീഴ്പ്പെടും, അല്ലേ? നമ്മുടെ കർത്താവ് ഉപമകളോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആഴമായിട്ടുള്ള അർത്ഥവ്യാപ്തിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ഉപ്പ് ഏത് മനുഷ്യന്റെ കയ്യിലിരിക്കുന്നോ ആ മനുഷ്യന്റെ ഇഷ്ടപ്രകാരം അതെന്ത് ചെയ്യുന്നു? അതിനെ ഏൽപ്പിച്ചു അല്ലേ? ഉപ്പിന്റെ ഉടമസ്ഥന്റെ ഇഷ്ടത്തിന് അതെന്ത് ചെയ്യുന്നു? ശൂന്യമാകുന്നു.
ഞാൻ ഒരു ദരിദ്രന്റെ വീട്ടിലായിരിക്കുന്നത് കൊണ്ട് എന്നെ വെള്ളത്തിലിട്ടാൽ ഞാൻ കലകത്തിന് മുമ്പ് പറയുമോ? പറയുന്നില്ല. ഉടമസ്ഥന്റെ ആഗ്രഹത്തിന് അതെന്ത് ചെയ്യുന്നു? സമ്പൂർണമായിട്ട് കീഴ്പ്പെടുക മാത്രമല്ല, അതെന്ത് ചെയ്യുന്നു? ശൂന്യമാക്കപ്പെടുന്നു. അത് ഗ്രീക്കിൽ ഒരു വാക്കുണ്ട്, കെനോസിസ് എന്ന് പറഞ്ഞാൽ ശൂന്യമാക്കപ്പെടുക. ഇത് ഉപയോഗിക്കുന്നവർ അതിനെ കാണുന്നില്ലെങ്കിലും, ഞാനിപ്പോ ഒരു ഗ്ലാസ്സിൽ നാരങ്ങാവെള്ളം ഉണ്ടാക്കി അതിൽ ഉപ്പിടുന്നത് ആരും കാണുന്നില്ല. പക്ഷെ അത് കുടിക്കുമ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, ഇതിനു മുൻപ് ഏതോ ഒരു വസ്തു ഇതിൽ എന്ത് ചെയ്തു? ശൂന്യമാക്കപ്പെട്ടു, അല്ലെ? വിശ്വമാക്കപ്പെട്ടു. ആ വസ്തുവിന്റെ ഇഷ്ടത്തിന് ആ വസ്തു നിൽക്കാതെ ഉടമസ്ഥൻ ആഗ്രഹിച്ച ആ മാനദണ്ഡത്തിലേക്ക് താൻ എന്ത് ചെയ്തു? ഇല്ലാതായി തീരുവാൻ സമ്മതിച്ചു, അല്ലെ? ഇത് തന്നെയാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ചെയ്തത്. ഉടമസ്ഥനായ സർവശക്തനായ ദൈവത്തിന്റെ ഹിതപ്രകാരം ഈ താണഭൂമിയിലേക്ക് എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, സ്വർഗത്തിലെ സകല വിദ്യാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആ ഭാഗം. സകല മഹത്വം വെടിഞ്ഞു. യേശുവിന് അവിടെ ഇരുന്നുകൊണ്ട് മാനവരാശിയുടെ രക്ഷകണമെങ്കിൽ എന്ത് ചെയ്യാവുന്നു? ചെയ്യാമായിരുന്നു, പറ്റിയില്ലപ്പെട്ടത്. പക്ഷെ ദൈവത്തിന്റെ ആ ഉടമസ്ഥതയുടെ അധികാരത്തിൽ താനെന്ത് ചെയ്തു? ശൂന്യമാക്കപ്പെട്ടു. കെനോസിസ്, ശൂന്യമാക്കപ്പെട്ട അവസ്ഥ. നമുക്കറിയാം, ഉപ്പെന്ന് പറഞ്ഞ രണ്ട് രാസപദാർത്ഥങ്ങളുടെ സമ്മിശ്രമാണ്. പഠിച്ചറിയപ്പെട്ട അല്ലേ? സോഡിയവും ക്ലോറിനും. വെള്ളം നമുക്കറിയാം, വെള്ളം കൊണ്ടുണ്ടായതോ? ജലം, ഹൈഡ്രജനും ഓക്സിജൻ. ഈ സോഡിയം ക്ലോറൈഡും രണ്ടും രണ്ടായിട്ടൊന്ന് തിരിച്ച് നിർത്തിയാൽ രണ്ടും മനുഷ്യ ദോഷമുള്ള സാധനം, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന സാധനം. പക്ഷെ ദൈവം തമ്പുരാനുണ്ടല്ലോ, മനുഷ്യൻ ഉപയോഗിക്കേണ്ടതിന് ഇതിനെ വേണ്ട അനുപാതത്തിലേക്ക് എന്ത് ചെയ്തു? അതിനെ ആക്കി തീർത്തു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ അനുവാദത്തിന് എന്തെങ്കിലും നേരിയ വ്യത്യാസം ഉണ്ടായാൽ ഇത് അനുഭവിക്കുന്നത് എന്താണ്? അപകടം, അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ജലത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും നിങ്ങൾ വേർതിരിച്ച് രണ്ട് കത്തുന്ന വാതകങ്ങളാണ്, അല്ലേ? ഇത് രണ്ടിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ബോംബ് കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ വേർതിരിച്ച് എടുക്കുമ്പോൾ ഇത് അപകടകാരികളാകുന്ന രണ്ടിനെ കൂട്ടിച്ചേർത്ത് ഉപകാരപ്രദമായ ഒരു വസ്തുവാക്കി ദൈവം. കടലിലേക്ക് ഒഴുകി എത്തുന്ന വെള്ളം സോഡിയം ക്ലോറൈഡും രണ്ടും അതിന്റെ അനുവാദത്തിൽ മിക്സപ്പ് ആയില്ലെങ്കിൽ അത് മനുഷ്യവെള്ളത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ബോറടിച്ചോ? എന്റെ പ്രിയപ്പെട്ടവർ, ഇതിലൊരു ആത്മീയ തത്വമുണ്ട്. നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും ഒരേ നിലയിൽ എന്ത് ചെയ്യണം? സോഡിയവും ക്ലോറൈഡും ഉപ്പിൽ എങ്ങനെ അടങ്ങിയിരിക്കുന്നോ ഇതേ നിലകളിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ വിശ്വാസവും പ്രവൃത്തിയും എന്ത് ചെയ്യണം? ഈക്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇത് വലിയ അപകടങ്ങൾ വരുത്തി വെക്കും. ആരും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കണ്ട് അനേകം സെപ്പറേറ്റ് ആവും. ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യ സമൂഹത്തിൽ
ഉപയോഗിക്കപ്പെടുവാൻ കൊള്ളാത്ത വസ്തുക്കളെ പോലെ എന്ത് ചെയ്യും? നാം മാറ്റപ്പെടും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഉപ്പ് കാരമില്ലാതെ. കാരമെന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ മിശ്രിതങ്ങളുടെ ശരിയായ കോമ്പിനേഷൻ വരാതെ വന്നു കഴിഞ്ഞാൽ ആ സാധനത്തെ എന്ത് ചെയ്യും? ചവിട്ടിക്കളയും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ ശരിയായ നിലകളിൽ വിശ്വാസവും ജീവിതവും വന്നില്ലെങ്കിൽ ഇതുകൊണ്ട് സമൂഹത്തിന് വലിയ എന്തുണ്ട്? വിപത്തും ആപത്തും. പറഞ്ഞത് സാധനം മനസ്സിലായി. ഉപ്പിന്റെ അകത്തിൽ സോഡിയവും ക്ലോറൈഡും ഒരുപോലെ വന്നില്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകും അനുഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ അപക്വമായ അനുഭവങ്ങൾ ഒന്നിച്ചു പോയാൽ അത് സമൂഹത്തെ എന്ത് ചെയ്യും? ദോഷകരമാക്കി തീരും. കാണുന്ന പല പോരായ്മകളിലേക്ക് നമ്മുടെ ജീവിതം അല്ലേ? എന്നാൽ ശരിയായ നിലയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഉപ്പ് കാരമില്ലാതെ പോയാൽ ഇതാണ് അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന വിഷയങ്ങൾ ശരിയാവണ്ണം ശരിയായ അനുവാദത്തിൽ വെളിപ്പെടുത്തിയില്ലെങ്കിൽ അത് സമൂഹത്തിൽ ദോഷം സംഭവിക്കും. മാത്രമല്ല നമ്മെ സമൂഹം തീരും ചവിട്ടിക്കളയുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടും അല്ലേ? പലരും നമ്മളെന്തിന് ഈ ആക്ഷേപിക്കുന്നതും ഒക്കെ ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാത്തത് അങ്ങനെയല്ലേ പ്രിയപ്പെട്ടത്? അതേ കർത്താവ് നമ്മളെ അടുത്ത കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ വെളിച്ചം വേണം മനുഷ്യൻ അല്ലേ? നമ്മൾ ദാസിമാരൊക്കെ കടന്നു പോകുന്നവരാ, ഭവനങ്ങൾ സന്ദർശിക്കുന്നവരാ, സമൂഹത്തിന്റെ നാനാ തുറകളിൽ ചെന്നെത്തി ക്രിസ്തുവിന്റെ സന്ദേശം അറിയിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന്റെ പ്രകാശം വേണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹ ലോകത്തിലുണ്ട് അല്ലേ? പക്ഷെ ഒരു കാര്യം നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ? ഇരുട്ടിനെ പഠിക്കും. ഇരുട്ടിനെ പഠിക്കുന്നവരാണോ? പ്രകാശം പരത്തേണ്ട നാമ, പ്രകാശം കൊടുക്കേണ്ട നാമ, പ്രകാശം സമൂഹത്തിലേക്ക് ദൈവത്തിന്റെ പ്രകാശം കൊടുക്കേണ്ട നാമ ഇരുട്ടിനെ എന്ത് ചെയ്യുന്നവരാ? നമ്മളെപ്പോഴും പണികൾ വെച്ചിട്ട് എന്ത് ചെയ്യും? ദേവദാസന്മാരെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു സംഭവം കഥ ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ നിങ്ങളെ ഷെയർ ചെയ്തു. അമേരിക്കയിലൊരു സ്ഥലമുണ്ട്, പ്രധാനപ്പെട്ട പട്ടണമാണ് ഫിലഡൽഫിയ. കേട്ടിട്ടുണ്ടോ? ഫിലഡൽഫിയ എന്ന് പറയുന്നത് ആ സ്ഥലത്തെ പണ്ട് അറിയപ്പെട്ടിരുന്നത് ഈ ഇലക്ട്രിസിറ്റി ഒക്കെ കടന്നു വരുന്നതിന് മുൻപായിട്ട് ശാസ്ത്രത്തിന്റെ പുരോഗതി ഒന്നും പ്രാപിക്കാതിരുന്ന, അല്ലെങ്കിൽ പിന്നീടുള്ളത് ഒരു മത്സര ബുദ്ധിയോടുള്ള വിളക്ക് കത്തിയായിരുന്നു. മനസ്സിലായി? സംഭവിച്ചെന്ന് അറിയാമോ? ആ സിറ്റി ഓഫ് ഡാർക്ക്നെസ് എന്നുള്ള പേര് മാറി അതിന് വീണ്ടും എന്താ പേര് വന്നതെന്ന് അറിയാമോ? സിറ്റി ഓഫ് ലൈറ്റ് എന്ന പേര് ഒഴിവാക്കുക. ഒരു മനുഷ്യന്റെ ചെറിയ ഒരു തുടക്കം, ചെറിയൊരു തീരുമാനം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറിയ തീരുമാനങ്ങൾ ഈ ഭൂമിയിൽ നാം പാർക്കുന്നിടത്ത്, നമ്മുടെ പ്രാന്തപ്രദേശങ്ങളിൽ, അന്ധകാരപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ചെറിയൊരു വെളിച്ചമായി നാം തീരുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയുമോ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ പോലെ ഇന്നൊരു ചെറിയ പ്രകാശം നമുക്ക് വരുത്തുവാൻ കഴിഞ്ഞാൽ നമ്മെ കണ്ട് പലരും തീരും പ്രകാശമുള്ളതായി തീരും. അങ്ങനെ നമ്മളെ നാം ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളെല്ലാം അത്
എന്താണ്? ലോകത്തിന്റെ വെളിച്ചം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്ന 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലും ഒക്കെ കടന്നു വരുമ്പോൾ നമുക്കൊന്ന് വായിക്കാൻ പോകുന്നത്. പ്ലീസ്, ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം നമ്മുടെ അലസതകളോട് മാറട്ടെ. പുസ്തകം എടുത്ത് വായിച്ചു പ്ലീസ്. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. അപ്പൊ ലോകത്തിൽ ചില ജീവിതങ്ങളുണ്ട്. അവരുടെ ഇടയിൽ എന്തുണ്ട്? ഇരുട്ടിന്റെ അനുഭവമുണ്ട്. ഈ ഇരുട്ടിന്റെ അനുഭവങ്ങൾ മാറ്റുവാൻ ജ്യോതിസികളെ പോലെ ശോഭിക്കേണ്ട നമ്മെ ദൈവം നിയമിക്കുക. അല്ലെ, നമ്മുടെ ദൈവം ആ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ചെയ്തതുപോലെ കർത്താവിന്റെ വെളിച്ചം അനേകരിലേക്ക് പകരുവാൻ ദൈവം നമ്മെ നിയമിക്കുക. പത്രോസിന്റെ ലേഖനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം വിളിച്ചു. ഇനി അവരുടെ സൽഗുണങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പോഷിക്കണം. ദൈവത്തിന്റെ സ്നേഹം വെളിച്ചം വരുത്തണം. അപ്പൊ ഞാൻ 1-ാമത്തെ ആശയം അവിടെ കൈമാറി അവസാനിപ്പിക്കുക. ഇത് നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ദയവായിട്ട് വായിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ നിങ്ങളെ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നത് നിങ്ങളുടെ ജീവനം നടത്തി. അതിന്റെ 8-ാമത്തെ വാക്യം 6-ന്റെ അവരോട് തുല്യരാകരുത്. മതി. അവരോട് തുല്യരാകരുത്. ക്രിസ്തീയ ജീവിതത്തിൽ നാം പലതിനോട് എന്ത് ചെയ്യരുത്? തുല്യത എടുക്കാൻ പോകരുത്. 6-ന്റെ 1 മുതലുള്ള ഭാഗം വായിച്ചാൽ വിശ്വാസം വായിച്ചു പ്ലീസ്. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതെ നമ്മളൊക്കെ നീതിമാന്മാരാ, നീതി പ്രസംഗികളാ. നമ്മളൊക്കെ ചെയ്യുന്നത് മനുഷ്യർ കാണേണ്ടതിന് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. അല്ല ഞാൻ വലിയൊരു വാണിങ്ങ. ഇന്ന് ക്രിസ്തീയ മാർഗത്തിൽ പലതും പ്രഹസനങ്ങളാണ്. പലതും എന്തിനാ? പേരിന് വേണ്ടിയാ. ദൈവത്തിന്റെ സ്തോത്രം. കഥാവരെ അവരോട് എന്ത് ചെയ്യരുത്? തുല്യരാകരുത്. നമുക്ക് തുല്യത എടുക്കുവാൻ കഴിയാത്ത പല കാര്യങ്ങളും നാം കാണും. അവരോട് എന്ത് ചെയ്യരുത്? നമ്മൾ തുല്യരാകരുത്. അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. അപ്പൊ നോക്കിക്കേ, നാം എന്ത് ചെയ്യുന്ന നല്ല ഒരു ഭാഗം പ്രവൃത്തികൾക്ക് എന്തില്ലെന്നാ പറയുന്നത്? പ്രതിഫലമില്ലെന്നോ? നല്ല ഉദ്ദേശത്തോടുകൂടെ അല്ലാതെ, കഥാവിന് വേണ്ടി നന്നായ ഉദ്ദേശത്തോടുകൂടി അല്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവം പറയുന്ന അതിന് പ്രതിഫലം ഇല്ലേ ഇല്ല. എന്താണെന്നറിയാമോ? ആ ഭാഗമെല്ലാം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അന്ന് പരീക്ഷന്മാർ റബിമാർ ചെയ്തിരുന്ന പല കാര്യങ്ങളും എടുത്ത് വായിച്ചിട്ട് ദൈവം പറയുക, നിങ്ങൾ അവരോട് തുല്യരാകരുത്. ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രോസ്പെരിറ്റി ഗോസ്പൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സമ്പന്നതയുടെ സുവിശേഷം. സമ്പന്നതയുടെ സുവിശേഷം, സമ്പന്നതയുടെ വിശ്വാസ ജീവിതമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സമ്പന്നത പ്രസംഗിക്കും. ഇനി സമ്പന്നത സുവിശേഷിക്കുന്ന ആൾക്കാരുണ്ട്. പള്ളികൾ സന്ദർശിക്കുമ്പോൾ നിങ്ങളുടെ സകല ഭാരം യേശു മാറ്റും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഗൾഫിൽ പോകും, അമേരിക്കയിൽ പോകും. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ അനേകം എന്ത് ചെയ്യും? വിശ്വാസത്തിലേക്ക്. ഇതാണ് സമ്പന്നതയുടെ സുവിശേഷം. വാസ്തവത്തിൽ കർത്താവ് ഇതൊക്കെ ചെയ്യുവാൻ വേണ്ടിയാണ് വന്നത്. നാം ഈ പറയുന്ന എന്തെങ്കിലും കാര്യത്തിൽ ദൈവത്തിന് ഉത്തരവാദിത്തമുണ്ടോ? എന്നോട് ഇതിനൊരു പിണക്കമായിട്ട് തോന്നുന്നു. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ സമ്പന്നതയുടെ സുവിശേഷം പറഞ്ഞ് പല പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്തു മാർഗത്തിലേക്ക് നടത്തും. അത് ലഭിക്കാതെ വരുമ്പോൾ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യും? അള്ളിക്കളയും ദൈവത്തെ. എന്താ കാരണം? നമ്മിൽ നിന്ന് പകരപ്പെട്ട തെറ്റായ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ മാനസാന്തരം വരാതെ ക്രിസ്തു ജീവിതത്തിലേക്ക് ചുവടുകൾ നിൽക്കും. ദൈവത്തിന് സ്നേഹം.
പ്രോസ്പെരിറ്റി ഗോസ്പൽ നമ്മൾ എന്തെങ്കിലും ഒരിക്കലും പറയരുത്. കർത്താവ് വിടുവിച്ചാലും ഇല്ലെങ്കിലും കർത്താവായ യേശു എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നു, അത് മാനവകുലത്തിന് എന്താണ് സാധ്യമാക്കി തരുന്നുള്ള വ്യക്തമായ സുവിശേഷം മാത്രമേ നാം എന്ത് ചെയ്യാവൂ, മറ്റുള്ളവരോട് പങ്കുവെക്കാവൂ. വിടുതലില്ലെന്നല്ല, വിടുതലൊക്കെയുണ്ട്. പക്ഷെ അതിന്റെ തലകളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, പറയാവൂ. ഓർക്കുമ്പോഴേ ഞാൻ കർത്താവിന്റെ പ്രാർത്ഥന, ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ച വിഷയങ്ങൾ ഞാൻ അയവിറക്കുന്നുണ്ട്. നമുക്ക് ആ സ്വർഗത്തിലെ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദേവദാസന്മാർ അത് വായിച്ചാൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവം പറയുക, ഈ ഭൂമിയിൽ ആരോടും നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. അയ്യോ, ഞങ്ങൾ ആരെങ്കിലും ഭൂമിയിലെ മനുഷ്യരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? എത്രയെത്ര സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവ് ഒരു വശത്ത് നിൽക്കും, നമ്മുടെ പ്രാർത്ഥന മൊത്തം മനുഷ്യരോടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ എഴുതി, ഹല്ലേലൂയ, 118 സങ്കീർത്തനത്തിന്റെ 8-9 വാക്യങ്ങൾ നമുക്കറിയാം. അവിടെ വായിക്കുന്നു, യഹോവയിൽ തന്നെ എന്ത് ചെയ്യണം, ആശ്രയിക്കണം. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അനുഭവമില്ലേ? പ്രാർത്ഥിക്കുന്ന നമ്മൾ ദൈവത്തോടാണെങ്കിലും ഉദ്ദേശം നമ്മൾ പലരും മനുഷ്യരോ അല്ലേ? എന്നാൽ കർത്താവ് പറയുക, ശിഷ്യന്മാര് പറയുക, പ്രാർത്ഥിക്കേണ്ടത് നീ ആശ്രയം വെക്കേണ്ടത് ദൈവത്തോട് മാത്രം. അടുത്ത വാക്യം വായിക്കുന്നു, നിന്റെ നാമം, നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം അല്ലെ? 3 കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നാമം ഉയരണം, നമ്മുടെ രാജ്യം എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ആകണം. പിന്നെന്താണ്? എന്റെ ഇഷ്ടം ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ പ്രാർത്ഥന എങ്ങനല്ലേ? എന്റെ നാമം ഉയരണം. ഞാൻ പ്രാർത്ഥിക്കുന്നതിനാ എനിക്ക് പേരെടുക്കണം, എന്റെ ഇഷ്ടം ഇവിടെ നിറവേറണം. ഞാൻ പ്രാർത്ഥിക്കുക, എനിക്ക് മനസ്സിലാർ വേണം, എന്റെ ഇഷ്ടം ഇവിടെ നിറവേറണം അല്ലേ? എനിക്ക് ആഡംബരമായ ജീവിത സൗകര്യങ്ങൾ വേണം. ആരുടെ ഇഷ്ടമാണ്? ദൈവത്തിന്റെ ഇഷ്ടമാണ്? ഒരിക്കലും ദൈവം പറഞ്ഞു നമുക്കെങ്ങനെ പ്രാർത്ഥിക്കാൻ. സ്വർഗത്തിലെ അപ്പച്ചൻ നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് ചെയ്യുന്നു, അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരോട് തുല്യരാകരുത്. അടുത്ത വാക്യം പറഞ്ഞു, അന്നുള്ള ആവശ്യമുള്ള ആഹാരം തരണം. ഒരപ്പം, യേശുവാകുന്ന അപ്പത്തിന്റെ നമ്മളെല്ലാം ആരാ? ഒരപ്പം ഈ ലോകത്തിലേക്ക് വീതിക്കപ്പെടുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ, ദൈവമേ ഇന്നിന്റെ എന്റെ ആവശ്യങ്ങൾക്ക് എന്റെ സഹോദരന് ലഭിക്കുന്നത് പോലെ ഒരംശം എനിക്ക് എന്ത് ചെയ്യണം? നമ്മൾ യാചിക്കുന്നത് എങ്ങനെ? കർത്താവേ, ആ അപ്പത്തിന്റെ മുഴുവൻ ഭാഗം എനിക്ക് പ്രാർത്ഥന എങ്ങനെയല്ലോ, ആ അപ്പം മുഴുവൻ ആർക്ക് കിട്ടണം? എനിക്ക് കിട്ടണം. എന്റെ സഹോദരന് കിട്ടിയോ കിട്ടിയില്ലയോ എന്നൊന്നും എനിക്കെന്തില്ല, ചിന്തയില്ല. അങ്ങനെയല്ലേ ദാസന്മാര്, നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളൊന്നും വിശ്വാസം. ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലോകത്തെ ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുന്നു. നമ്മുടെ സ്നേഹമില്ല ലോകത്തോട് പറ്റി നിൽക്കുന്ന അനുഭവമാണ് പ്രിയപ്പെട്ടത്. ഇടമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങൾ, ഈ വകയൊക്കെ എന്ത് എവിടെയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കില്ല, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊന്നും ഉയരത്തിൽ നാഭാവം എടുക്കാം. യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16 വാക്യം. ഒരു ദൈവദാസൻ 1 Corinthians 4:9 മുതൽ 13 വരെയുള്ള ഭാഗം പ്ലീസ് ഒന്ന് വായിച്ച് സഹായിക്കുന്നു. 1 യോഹന്നാൻ 2:15-16, അതിനുശേഷമായിട്ട് 1 Corinthians 4:9 മുതൽ
പിതാവിന്റെ സ്നേഹമില്ല, പിതാവിന്റെ സ്നേഹമില്ല, ജഡമോഹം, ആ കൺമോഹം, ആ ജീവനത്തിന്റെ ഇത് പ്രതാപം. മൂന്നും നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കത്തില്ലേ? എന്റെ പ്രിയ സഹോദരന് വലിയൊരു കാര്യം ലഭിച്ചെങ്കിൽ എനിക്കും അതെന്ത് ചെയ്യണം? കിട്ടണം. ജനമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. വായിച്ച പ്ലീസ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്ക് ഇരിക്കുന്നു. ഒഴികെ. അപ്പൊ നമ്മുടെ ഇഷ്ടം എവിടമായിട്ട് ബന്ധപ്പെട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തെ മോഹിച്ചിരുന്നെങ്കിൽ, ലോകത്തിന്റെ ആഡംബരങ്ങൾ ഇടുങ്ങി ചേർന്നിരുന്നെങ്കിൽ, രക്തസാക്ഷിത്വം വഹിച്ച ഗ്രാസ് ചെയിനും കുടുംബം എന്ത് ചെയ്തില്ലായിരുന്നു? മരിക്കില്ലായിരുന്നു. ഓസ്ട്രേലിയയിൽ നല്ലൊരു കുടുംബത്തിൽ പിറന്ന് നല്ല സാമ്പത്തിക ശേഷിയുള്ള ആ പ്രിയപ്പെട്ട ഒരു കുടുംബവും ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വശംവദപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുകയില്ലായിരുന്നു? കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുകയില്ലായിരുന്നു. അവന്റെ നോട്ടം ഈ ലോകത്തിലേക്കല്ലായിരുന്നു. അവന്റെ ആഗ്രഹം ഈ ലോകത്തിലുള്ളത് അല്ലായിരുന്നു. ആയിരുന്നില്ല അവർ മരിക്കുമോ? അതുകൊണ്ട് കർത്താവ് പറയുക, ആ അദ്ദേഹത്തിൽ പറയുന്നു, അവരോട് എന്ത് ചെയ്യരുത്? മൂന്നാമത്തെ ആശയം പെട്ട വേഗത്തിൽ 7-ാം അധ്യായത്തിലേക്ക് കടന്നുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. ഇടുക്കവാതിലൂടെ കിടപ്പാൻ കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ള വഴി വിശാലവും അതിൽ കൂടി കിടക്കുന്നത് അനേകരുമാകുന്നു. ഇടുക്ക വഴിയിലൂടെ വാതിലൂടെ കടക്കണം. അടുത്ത വാക്യം വായിച്ചതിന്റെ തൊട്ട് പറഞ്ഞു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളത്. ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത്. എന്റെ ഒരു ചിന്തയിൽ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ വാതിൽക്ക വരെയും എത്തിയിട്ടു. ക്രിസ്ത്യൻ ജീവിതം എവിടെ വരെ ആയിട്ടുള്ളൂ? വാതിലിന്റെ വരെയായിട്ടു. ഇടുക്കമുള്ള വാതിൽ കഴിയുമ്പോൾ വിശാലമാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോയി. ഇടുക്കമുള്ള വാതിൽ കടന്ന് കയറിയാൽ പിന്നെ ഞെരുക്കമുള്ള വഴിയിൽ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ നടക്കണം. നമ്മളൊക്കെ എന്താ ചിന്തിക്കുന്നത്? ഇടുക്കമുള്ള വഴിയിൽ കൂടെ എങ്ങനെയെങ്കിലും കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോ വിശാലതയാണ് ചിന്ത. ദൈവത്തിനാണ് പറയുന്നത്. ദൈവത്തിന് പറയുന്നു, ഇടുക്കമുള്ള വാതിൽ കയറുമ്പോൾ ജീവന വഴി ഞെരുക്കമുള്ളത്. ഇതെന്താ വ്യക്തമാക്കുന്നത്? ഇടുക്കവും ഞെരുക്കവും എന്ന് പറയുന്നത് പ്രതിബന്ധത. ഇത് പീഡിപ്പിക്കുന്ന അനുഭവമാ, വേദന ഉളവാക്കുന്ന അനുഭവമാ, ശരീരത്തിന്റെ ഈച്ചകളെ ത്യജിപ്പിക്കുന്ന അനുഭവമാ. ഞാൻ പറഞ്ഞത് കെനോസിസ് വാക്ക് വന്നു. എന്താണ്? സ്വയം ഇല്ലാതാകുക. ഉപ്പ് വെള്ളത്തിൽ ലയിച്ച് ചെയ്യുന്നത് പോലെ, ശൂന്യമാക്കപ്പെടുന്നത് പോലെ ക്രിസ്തീയ ജീവിതം എല്ലാ ജനീയ സുഖങ്ങളെ ത്യജിക്കലിന്റെ ദൈവകൃഷ്ണ. അപ്പൊ നമ്മുടെ ഒരു ചിന്ത വരും, ക്രിസ്തീയ ജീവിതത്തിൽ അല്പം ദാരിദ്ര്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? ജയിച്ചിരിക്കുക. നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷകൾ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ കടന്നു പോകുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലാണ് പോകുന്നത്. അല്ല, ദാരിദ്ര്യം നാം അനുഭവിക്കുമ്പോഴും ജഡത്തിൽ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുന്നില്ല. അപ്പൊ ജഡത്തിന്റെ ചിന്തകളെ മരിപ്പിച്ച് ഇടുക്കവാതിലൂടെ കടന്ന് വേദന ഉളവാക്കുന്ന പാതകളിൽ കൂടെ നാം എന്ത് ചെയ്യേണ്ടി വരും? സഞ്ചരിക്കേണ്ടി വരും. അതാണ് ജീവിതത്തെ വഴി.
നിർത്തട്ടെ. നമുക്കറിയാം ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ലോക പ്രശസ്തനായ സുവിശേഷൻ അല്ലേ. ലിവിങ്സ്റ്റന്റെ ആ കർത്തുദാസിനെ കുറിച്ച് കേൾക്കാത്ത ആരും വിശ്വാസമോടെ കാണുന്നില്ല. ആഫ്രിക്കയിൽ കർത്താവിന്റെ വയൽപ്രദേശത്ത് അധ്വാനിച്ച ദൈവദാസൻ അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി. തന്റെ ഇടത് കൈ സിംഹം കടിച്ചെന്ത് ചെയ്തു? തൂക്കിക്കളഞ്ഞു. എല്ലാം ക്രിസ്തുവിന് വേണ്ടി. ഇടുക്കമുള്ള വാതിൽ കടന്നു കഴിയുമ്പോൾ ഞെരുക്കമുള്ള വലിയ പ്രസ്താവമാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. തന്റെ ആയുഷ്യന്റെ നല്ല ഒരു കാലയളവ് കർത്താവിന് വേണ്ടി ആഫ്രിക്കയിൽ എന്ത് ചെയ്തു? രോഗങ്ങൾ, ഭാരങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, പീഡകൾ, വേദനകൾ. താൻ അമേരിക്കയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിൽ കുഞ്ഞുങ്ങൾക്ക് അവിടുത്തെ സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ ചോദിച്ചു, കർത്തുദാസനെ, ഇത്രയധികം കർത്താവിന് വേണ്ടി ത്യാഗം അനുഭവിപ്പാൻ, കഷ്ടതകളിൽ കൂടെ കടന്നു പോകുവാൻ താങ്കളെ ധൈര്യപ്പെടുത്തിയ വസ്തുത എന്താ? ഇടുക്കവാതിലൂടെ കടന്ന് സകല നിരുക്കത്തിന്റെ ഒരു കൈ ദേഹത്തിന് ഉയർത്താൻ പറ്റത്തില്ല. അത് സുഖം കടിച്ച് കണ്ണിയോ സുഖം കടിച്ചെത്തിക്കുക, തൂക്കിക്കാറുണ്ട്, ചലനം നഷ്ടപ്പെട്ടു. ആ ദൈവദാസൻ പറഞ്ഞ ഉത്തരങ്ങൾ കേൾക്കണമോ? ഞാനിങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. മാത്രമല്ല ആ കർത്താവ് എന്നോട് കൂടെ വാഗ്ദത്തം ചെയ്തത് പോലെ ദിനംതോറും എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കിത് സഹിക്കുവാൻ കഴിയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിന്റെ പാത, ഈ ഗിരിപ്രഭാഷണ സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇനി അനേക കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ 3 ഉദാഹരണങ്ങൾ മാത്രമേ 3 അധ്യായങ്ങളിൽ നിന്ന് വിവരിച്ചു. സമയം അല്പം ദീർഘിച്ചു പോകുന്നത് ഞാൻ ഇവിടെ നിർത്തുക. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമാണ്. ലിവിങ്സ്റ്റനെ പോലെ, ഗ്രാം സ്റ്റേറ്റിനെ പോലെ, ലോകത്തിൽ കർത്താവിന്റെ രക്തസാക്ഷിത്വം വഹിച്ച ദൈവദാസന്മാരെ പോലെ മാതൃകയുള്ള ക്രിസ്ത്യൻ ജീവിതം നയിച്ചു. കർത്താവിന്റെ വരവുകൾ എടുക്കപ്പെടും. ഞാൻ പറഞ്ഞതുപോലെ നാം മാത്രം എടുത്തിട്ടാ പോലെ നമ്മുടെ സമൂഹം എന്ത് ചെയ്യണം? കർത്താവിനോടുള്ള സന്തോഷം. അതിനായി ദൈവദാസന്മാരെ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. കർത്താവ് നമ്മൾ ഈ വന്യതാൽ അനുഗ്രഹിക്കട്ടെ. ഈ സാവകാശം ഒരുക്കിയിട്ടുള്ള ഈ ദൈവസഭയ്ക്കും ഇതിന്റെ സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാ കർത്താവ് ദാസന്മാർക്കും പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവ്